ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഴക്കെടുതിയും അതുമായി ബന്ധപ്പെട്ട ദുരിതത്തിലുമാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് 36 സെന്റിമീറ്റർ മഴയാണ് പെയ്തത് 24 മണിക്കൂറിനിടെ. അതുപോലെ ഇടുക്കിയിലെ വാഗമണിൽ 31 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. കഴിഞ്ഞ മാസം വയനാട്ടിലെ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മണലിപ്പ് ദുരന്തമുണ്ടായിരുന്നു. അവിടെ 24 മണിക്കൂറിനിടെ 25 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ കരുതുന്നത് ഈ 25 സെന്റിമീറ്റർ മഴയൊക്കെ പെയ്തിട്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. എന്നാൽ ഈ സെന്റിമീറ്ററിന്റെ കളി അത്ര ചെറുതല്ല. നമുക്ക് നോക്കാം. വെൽക്കം ടു വാട്ടറിംഗ് ക്യൂരിയോസിറ്റി. ആദ്യം നമുക്ക് മഴ അളക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. മഴമാപിനി എന്നൊരു ഉപകരണം വെച്ചാണ് സാധാരണ മഴ അളക്കുന്നത്. അത് സിമ്പിളായി നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പരന്ന പാത്രം എടുക്കണം. വായുവട്ടം പരന്നിട്ടുള്ള പാത്രം. അത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് വേണ്ടത്. അതായത് ഇങ്ങനെ കോണിക്കൽ ഷേപ്പിലുള്ളതോ അതുപോലെ ഫ്രസ്റ്റം ഷേപ്പിലുള്ളതൊന്നും ആവാൻ പാടില്ല. അതെടുത്തതിന് ശേഷം നമ്മൾ ഒരു മഴ നന്നായി ലഭിക്കുന്ന ഒരു സ്ഥലത്ത് വെക്കുക. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ മഴ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് വെക്കുക. അതിനുശേഷം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ പാത്രത്തിൽ വീണ വെള്ളത്തിന്റെ ഉയരമാണ് നമുക്ക് അളക്കേണ്ടത്. അത് സ്കെയിൽ വെച്ച് അളക്കാം, അല്ലെങ്കിൽ ഒന്നുകിൽ ആ പാത്രത്തിൽ തന്നെ സെന്റിമീറ്റർ മില്ലിമീറ്റർ ഒക്കെ രേഖപ്പെടുത്തി ചെയ്യാം. അപ്പോൾ ആ വെള്ളത്തിന്റെ ആ പാത്രത്തിൽ വീണ വെള്ളത്തിന്റെ ഉയരം സെന്റിമീറ്ററിൽ അളന്നിട്ട് അതാണ് 24 മണിക്കൂറിനിടെ ലഭിച്ച മഴയുടെ അളവ്. മില്ലിമീറ്ററിലും പറയാറുണ്ട്, സെന്റിമീറ്ററിലും പറയാറുണ്ട്. ഇതിൽ ഈ പാത്രത്തിന്റെ വലിപ്പത്തിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വേണം വ്യാസം കൂടിയ വായുവട്ടം കൂടിയ പാത്രം വെക്കാം, വായുവട്ടം കുറഞ്ഞതും വെക്കാം. പക്ഷെ എന്നാലും ഈ മഴയുടെ അളവ് കൃത്യമായിരിക്കും. അത് വേണമെങ്കിൽ 2 പാത്രങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 24 മണിക്കൂർ എന്നുള്ളത് നമ്മൾ സാധാരണ ദിവസം പറയുകയാണെങ്കിൽ നമുക്കൊരു ദിവസം തുടങ്ങുന്ന രാത്രി 12 മണി മുതൽ അടുത്ത ദിവസം രാത്രി 12 മണി വരെ വെച്ച് അങ്ങനെ ഡേറ്റ് വെച്ച് പറയാവുന്നതാണ്. അതല്ല, ഇനി എപ്പോഴാണ് ഇത് വെക്കുന്നത് അതിനുശേഷം 24 മണിക്കൂർ വെച്ചിട്ടും പറയാവുന്നതാണ്. അതേപോലെ സമയം 24 മണിക്കൂർ തന്നെ വെക്കണം എന്നുമില്ല. നമുക്ക് എത്ര സമയമാണ്, ഇപ്പോൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ കഴിഞ്ഞിട്ടും ആ 10 മണിക്കൂറിനിടെ പെയ്ത മഴയുടെ അളവും പറയാറുണ്ട്. അങ്ങനെ മഴ നമ്മൾ അളന്നു, സെന്റിമീറ്ററിൽ അളന്നു. ഇനി ഒരു നമ്പർ നമ്മൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി കാലാവസ്ഥാ വകുപ്പ് ഇങ്ങനെ കിട്ടിയ അളവിന് വെച്ചിട്ട് അളവിന്റെ അടിസ്ഥാനത്തിൽ മഴയെ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടിയ അളവ് 7 സെന്റിമീറ്റർ വരെ ആണെങ്കിൽ അതിനെ സാധാരണ മഴ എന്നാണ് പറയുക. അതായത് 24 മണിക്കൂറിനിടയിൽ 7 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെങ്കിൽ സാധാരണ മഴ എന്നാണ് പറയുക. ഇനി അത് 8 മുതൽ 11 വരെ ആണെങ്കിൽ അതിനെ ശക്തമായ മഴ എന്ന് പറയും. ഇനി 12 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴയാണ് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ട് കിട്ടിയതെങ്കിൽ അതിന് അതിശക്തമായ മഴ എന്നാണ് പറയുക. ഇനി 21 സെന്റിമീറ്ററോ അല്ലെ അതിന്റെ മുകളിലാണ് മഴ ലഭിച്ചതെങ്കിൽ, 24 മണിക്കൂറിനിടയിൽ ലഭിച്ചതെങ്കിൽ അതിനെ തീവ്രമഴ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ മഴയൊക്കെ അളന്നു, നമുക്ക് സെന്റിമീറ്റർ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് എന്നൊന്നും നമുക്കിത് വെച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ വെച്ച ആ പാത്രത്തിൽ ഇപ്പോൾ 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ഒക്കെ മഴയാണെങ്കിൽ പോലും കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടാവും. അതിന് 21 സെന്റിമീറ്റർ ആണെങ്കിൽ പോലും കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടാവും. അത് നമുക്ക് ഇതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. നിങ്ങളുടെ വീടിന്റെ ടെറസ് 1000 സ്ക്വയർ ഫീറ്റ് ആണെന്ന് കരുതുക. അതിൽ വീഴുന്ന വെള്ളം, മഴവെള്ളം പുറമേക്ക് ഒലിച്ചു പോകാതെ വിധം സംഭരിക്കുന്നു എന്നും കരുതുക. അങ്ങനെ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ആ വീടിന്റെ ടെറസിൽ 24 മണിക്കൂറിനിടെ 1 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെന്ന് കരുതുക. അതായത് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ മഴമാപിനി വെച്ച് അളന്നത് 1 സെന്റിമീറ്റർ മഴയാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ ആ ടെറസിൽ 1 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം ഉയർന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ടെറസിന്റെ മുകളിൽ 930 ലിറ്റർ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. അതായത് നേരത്തെ നമ്മൾ മഴമാപിനിയിൽ ചെറിയ പാത്രത്തിലുള്ള വെള്ളമല്ല ഉണ്ടാവുക. അതിൽ 1 സെന്റിമീറ്റർ തന്നെയാണ് ഉയർന്നിട്ടുണ്ടാവും.
പക്ഷെ അത് ചെറിയ പാത്രമായതുകൊണ്ട് അത്ര വെള്ളം ഉണ്ടാവില്ല. പക്ഷെ ടെറസിന്റെ മുകളിൽ 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ടെറസിന്റെ മുകളിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ 930 ലിറ്റർ വെള്ളം ഉണ്ടാവും. അതായത് ഏകദേശം ഒരു ടാങ്ക്, നമ്മൾ കിണറിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കുന്നത് 1000 ലിറ്ററിന്റെ ടാങ്കാണ് സാധാരണ വീടുകളിൽ ഉണ്ടാവാറ്. അപ്പോൾ ഒരു ടാങ്കിൽ കൊള്ളുന്ന വെള്ളം ഉണ്ടാവും നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി അത് 5 സെന്റിമീറ്റർ മഴയാണ് ഇങ്ങനെ 24 മണിക്കൂറിനിടെ പെയ്തതെങ്കിലോ അങ്ങനെ 5 ടാങ്കിൽ കൊള്ളുന്ന വെള്ളം ഉണ്ടാവും. അതിന് 10 സെന്റിമീറ്റർ മഴയാണ് 24 മണിക്കൂറിനിടെ പെയ്തതെങ്കിൽ നമ്മൾ ആ ടെറസ് തന്നെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുകയാണെങ്കിൽ അത് 10 ടാങ്കിൽ കൊള്ളാനുള്ള വെള്ളം ഉണ്ടാവും, 10 വാട്ടർ ടാങ്കിൽ. ഇനി അത് വേറൊരു ടേമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു ടാങ്കർ ലോറിയിൽ കൊള്ളാനുള്ള വെള്ളം ഉണ്ടാവും. നമ്മൾ സാധാരണയായിട്ട് 6 ടയറുള്ള ഒരു ടാങ്കർ ലോറിയാണ് ഞാൻ പറഞ്ഞത്. പലതരം ടാങ്കർ ലോറികളുണ്ട്. അങ്ങനെ 6 ടയറുള്ള ഒരു ചെറിയ ടാങ്കർ ലോറിന്റെ കപ്പാസിറ്റി 10,000 ലിറ്റർ ആണ്. അപ്പോൾ 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന, അപ്പോൾ ഒരു ടാങ്കർ ലോറിയിൽ കൊള്ളാനുള്ള വെള്ളമാണ് ആ 24 മണിക്കൂറിനിടെ ആ ടെറസിൽ ഉണ്ടാവുക. ഇനി നമ്മൾ ഉദാഹരണം ഒന്ന് മാറ്റുകയാണ്, നമുക്ക് കുറച്ചുകൂടെ പരിചയമായ മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം. അത് സാധാരണയായിട്ട് നമ്മൾ നാട്ടിലൊക്കെ 5 സെന്റ് സ്ഥലത്താണ് സാധാരണ ഭൂരിഭാഗം വീടുകൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ വീട് ഒരു 5 സെന്റ് സ്ഥലത്താണെന്ന് കരുതുക. അപ്പൊ 1 സെന്റിമീറ്റർ മഴയാണ് പെയ്തത് 24 മണിക്കൂറിനിടെ. അങ്ങനെയാണെങ്കിൽ ആ 5 സെന്റ് സ്ഥലത്ത് 1 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെങ്കിൽ 24 മണിക്കൂറിനിടെ 2000 ലിറ്റർ വെള്ളം ഉണ്ടാവും. അതായത് നമ്മുടെ പറമ്പിലൊക്കെ 1 സെന്റിമീറ്റർ മാത്രമേ ജലവിധാനം ഉയർന്നിട്ടുണ്ടാവൂ, പക്ഷെ വെള്ളം അവിടെ കളക്ട് ചെയ്തിരിക്കുന്നത് 2000 ലിറ്റർ ആയിരിക്കും. ഇനി അത് 10 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെങ്കിലോ 24 മണിക്കൂറിനിടെ 20,000 ലിറ്ററായി. അതായത് 2 ടാങ്കർ ലോറിയിൽ കൊള്ളുന്ന വെള്ളം ആ പറമ്പിൽ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ 6 ടയറുള്ള ഒരു ടാങ്കർ ലോറി ആണെങ്കിൽ അങ്ങനത്തെ 2 ടാങ്കർ ലോറിയിൽ കൊള്ളാനുള്ള വെള്ളം ആ പറമ്പിൽ പെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ 5 സെന്റ് എന്നുള്ള 10 സെന്റ് ഉള്ള ഒരു പറമ്പാക്കി മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെങ്കിൽ 4000 ലിറ്റർ വെള്ളം കളക്ട് ചെയ്യും. ഇനി അത് 10 സെന്റിമീറ്റർ മഴയാണെങ്കിൽ 40,000 ലിറ്റർ വെള്ളം ഉണ്ടാവും. അതായത് 4 ടാങ്കർ ലോറി വേണ്ടി വരും ആ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ 1 ഏക്കർ സ്ഥലത്ത് പെയ്യുന്ന മഴയുടെ വെള്ളത്തിന്റെ അളവെടുക്കുകയാണെങ്കിലോ 1 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെങ്കിൽ 40,000 ലിറ്റർ ഉണ്ടാവും. അതേസമയം 10 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെങ്കിലോ 4 ലക്ഷം ലിറ്റർ ഉണ്ടാവും. അതായത് 40 ടാങ്കർ ലോറികൾ വേണ്ടി വരും ആ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി വലിയൊരു ഏരിയയിലേക്ക് പോവാം. അതായത് നമ്മൾ സാധാരണ ഒരു വാർഡ് എടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ വാർഡുകൾ സാധാരണ 1 കിലോമീറ്റർ സ്ക്വയർ അല്ലെ 1 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 2 ചതുരശ്ര കിലോമീറ്റർ വരെയൊക്കെയാണ് സാധാരണ വിസ്തൃതി ഉണ്ടാവാറുള്ളത്. അവിടെയാണ് നമ്മൾ അളവെടുക്കണമെങ്കിൽ 1 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെങ്കിൽ അവിടെയുള്ള അളവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതായത് 1 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെങ്കിൽ 1 കോടി ലിറ്റർ വെള്ളമാണ് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടാവുക. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 1000 ടാങ്കർ ലോറികൾ വേണ്ടി വരും. ഇനി അത് 10 സെന്റിമീറ്റർ ആണെങ്കിലോ 10 കോടി ലിറ്റർ വെള്ളമാണ് ആ പ്രദേശത്ത് വന്നിട്ടുണ്ടാവുക. അതായത് 10,000 ടാങ്കർ ലോറികളിൽ കളക്ട് ചെയ്യാനുള്ള വെള്ളം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ വേറെ ഒരു വലിയ യൂണിറ്റ് എടുക്കാം, വില്ലേജ് എടുക്കുകയാണെങ്കിൽ സാധാരണ ഇതിൽ ഒരു 20 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ സ്ക്വയർ ഏവറേജ് ശരാശരി ഒരു വില്ലേജിനൊക്കെ ഉണ്ടാവുക. അവിടെ 1 സെന്റിമീറ്റർ മഴ പെയ്യുകയാണെങ്കിൽ 20 കോടി ലിറ്റർ വെള്ളം ഉണ്ടാവും. അതായത് 20,000 ടാങ്കർ ലോറികൾ വേണ്ടി വരും ആ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 10 സെന്റിമീറ്റർ മഴയാണ് പെയ്തതെങ്കിൽ 200 കോടി ലിറ്റർ വെള്ളം ഉണ്ടാവും. അത് കളക്ട് ചെയ്യണമെങ്കിൽ 2 ലക്ഷം ടാങ്കർ ലോറികൾ വേണ്ടി വരും. അപ്പൊ നമ്മളിപ്പോൾ വില്ലേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു യൂണിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ തന്നെ സാധാരണ രീതിയിൽ ചെറുതായിട്ട് മഴ പെയ്താൽ പോലും എത്രത്തോളം വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയിപ്പോ ഇതിന്റെ കുറച്ച് വലുത് പഞ്ചായത്തും ഇതൊക്കെ എടുക്കുന്ന സമയത്ത് എത്ര കോടി ലിറ്റർ വെള്ളമാണ് ഭൂമിയിലേക്ക് വരുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നതിന് ഇതുവരെ നമ്മൾ പറഞ്ഞത് 24 മണിക്കൂറിനിടയിൽ പെയ്യുന്ന മഴയുടെ കാര്യമാണ്. ഇനി ഇതല്ലാത്ത വേറൊരു കേസ് വരാം. ഞാനിപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു 5 സെന്റ് സ്ഥലത്ത് 24 മണിക്കൂറിനിടെ 1 സെന്റിമീറ്റർ മഴ പെയ്താൽ 2000 ലിറ്റർ വെള്ളം വരുന്നു. ഇത് വലിയ കുഴപ്പമുള്ള പ്രശ്നമല്ല, കാരണം ഇത് ഒഴുകിപ്പോകാനൊക്കെ സമയം ലഭിക്കും. ഇനി ഇത് 5 സെന്റ് സ്ഥലത്ത് തന്നെ 1 സെന്റിമീറ്റർ മഴ പെയ്യുന്നത് 1 മണിക്കൂറിനിടയിലാണെങ്കിലോ അപ്പോഴും 2000 ലിറ്റർ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങും. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്
വെള്ളക്കെട്ടുണ്ടാവും, ഭൂമിയിലേക്ക് പെട്ടെന്ന് ഒഴുകി അല്ലെങ്കിൽ ഓടകൾ അടയും. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇത് സാധാരണയായിട്ട് മേഘവിസ്ഫോടനമൊക്കെ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് കുറെ വെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ രീതിയിൽ ഇങ്ങനെ 2 മണിക്കൂറിനിടയിലും അല്ലെങ്കിൽ 4 മണിക്കൂറിനിടയിലും ഒക്കെ പെട്ടെന്ന് ഇനിയിപ്പോൾ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആണെങ്കിൽ പോലും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതും കൂടെ മനസ്സിൽ വെച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവുകയുള്ളൂ. ഇതാണ് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിലൊക്കെ ഉണ്ടായ പ്രശ്നം. അവിടെ 8 മണിക്കൂറിനിടെ പൂഞ്ഞാറ് പോലുള്ള സ്ഥലങ്ങളിൽ 30 സെന്റിമീറ്റർ മഴ പെയ്തു. അതാണ് അവിടെ വലിയ സ്ഥിതിഗതികൾ വഷളാക്കിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയാം. സാധാരണ നമ്മൾ പത്രത്തിലും ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ്, ഇന്നലെ വടകരയിൽ 5 സെന്റിമീറ്റർ മഴ പെയ്തു. ഈ വടകര എന്ന് പറയുന്നത്, ഇവിടെ വടകര എന്ന് പറയുന്നത് എന്താണ്? വടകര ടൗൺ ആണോ? വടകര താലൂക്കാണോ? വടകര മുനിസിപ്പാലിറ്റി ആണോ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇതില് വടകര എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു റെയിൻ ഗേജ് വെച്ചിട്ടുണ്ടാവും. അവിടെ രേഖപ്പെടുത്തിയ മഴയുടെ അളവാണ് ഈ വടകരയിൽ 5 സെന്റിമീറ്റർ മഴ പെയ്തതെന്നൊക്കെ പറയുന്നത്. സാധാരണയായിട്ട് ഉയരമുള്ള സ്ഥലങ്ങളിലാണ് റെയിൻ ഗേജ് വെക്കുന്നത്. പക്ഷെ ഈ അളവ് നമുക്ക് വടകര ഈ റെയിൻ ഗേജ് വെച്ച സ്ഥലത്തു നിന്നും ഒരു 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും ഇടയിൽ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂ. കൂടിയാൽ 20 കിലോമീറ്റർ, സമതല പ്രദേശങ്ങളിൽ 20 കിലോമീറ്റർ വരെ ഈ അളവ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. മലയോര മേഖലയിലാണെങ്കിൽ 3 മുതൽ 5 കിലോമീറ്റർ വരെ മാത്രമേ ഇത് ശരിയാവൂ. കാരണം 3 കിലോമീറ്ററിന് അപ്പുറം അല്ലെങ്കിൽ 5 കിലോമീറ്ററിന്റെ അപ്പുറം മഴയുടെ അളവുകളൊക്കെ വ്യത്യാസപ്പെടും. അപ്പൊ നമുക്ക് കൂടുതൽ കൃത്യമായി കണക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ റെയിൻ ഗേജ് വെക്കണം, അതിൻ്റെയൊക്കെ ആവറേജ് എടുക്കുകയൊക്കെ വേണം. ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് കൂടുതൽ മഴ പെയ്യുന്നത്. അതാണ് കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലേക്കൊക്കെ എത്തിക്കുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എത്ര കോടിക്കണക്കിന് ലിറ്റർ വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ ഇന്റർലോക്ക് ഇടുന്നതിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടും നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അത് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഇതും പെട്ടെന്നുണ്ടാകുന്ന ഈ റോഡുകളും ഓടകളൊക്കെ നിറയുന്നതിന് ഇതൊരു കാരണമാണ്. കൂടുതൽ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ ജലം ഇരച്ച് കയറുന്നത്. നമുക്ക് ഇതിന്റെ ഒരു കുറഞ്ഞ ശതമാനമെങ്കിലും സംരക്ഷിക്കാൻ ഏതെങ്കിലും രീതിയിൽ പറ്റിയാൽ നമ്മുടെ ജലക്ഷാമത്തിനൊക്കെ വലിയ ആശ്വാസമായിരിക്കും. അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊരു വിഷയമായി കാണുന്നവരെ നമസ്കാരം.